ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിൻസും ഫോറും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നും എപ്പോഴൊക്കെയാണ് ഈ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് സിൻസ് എന്തെന്ന് നോക്കാം. ഒരു പ്രത്യേക സമയം മുതൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയം തൊട്ട് എന്ന് കാണിക്കുവാനാണ് സിൻസ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു സംഭവത്തിന്റെയോ പ്രവർത്തനത്തിന്റെയോ സ്റ്റാർട്ടിംഗ് പോയിന്റ് വ്യക്തമാക്കാനായിട്ട്. അതൊരു പക്ഷേ ഡേറ്റ്, ഇയർ, അതുപോലെ തന്നെ സ്പെസിഫിക് ടൈം ഇവയൊക്കെ ആവാം. ഇവ വ്യക്തമാക്കുവാനാണ് നാം സിൻസ് ഉപയോഗിക്കുന്നത്. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസിലൂടെ മനസ്സിലാക്കാം. സിൻസ് യെസ്റ്റർഡേ, ഇന്നലെ മുതൽ. സിൻസ് യെസ്റ്റർഡേ, ഇന്നലെ മുതൽ അല്ലെങ്കിൽ ഇന്നലെ തൊട്ട്. സിൻസ് യെസ്റ്റർഡേ, ഇന്നലെ മുതൽ അല്ലെങ്കിൽ ഇന്നലെ തൊട്ട്. സിൻസ് ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ മുതൽ. സിൻസ് ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ മുതൽ. സിൻസ് ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ മുതൽ. സിൻസ് ദെൻ, അപ്പോൾ മുതൽ അല്ലെങ്കിൽ അന്നു മുതൽ. സിൻസ് ദെൻ, അപ്പോൾ മുതൽ അല്ലെങ്കിൽ അന്നു മുതൽ. സിൻസ് വെൻ, എപ്പോൾ മുതൽ അല്ലെങ്കിൽ എന്നു മുതൽ. സിൻസ് വെൻ, എപ്പോൾ മുതൽ അല്ലെങ്കിൽ എന്നു മുതൽ. സിൻസ് വെൻ. സിൻസ് മൈ ചൈൽഡ്ഹുഡ്, എന്റെ കുട്ടിക്കാലം തൊട്ട് അല്ലെങ്കിൽ എന്റെ കുട്ടിക്കാലം മുതൽ. സിൻസ് മൈ ചൈൽഡ്ഹുഡ്, എന്റെ കുട്ടിക്കാലം തൊട്ട്. സിൻസ് ജാനുവരി, ജനുവരി മുതൽ. സിൻസ് ജാനുവരി, ജനുവരി മുതൽ. സിൻസ് ജാനുവരി. ഷീ ഹാസ് ബീൻ അറ്റൻഡിങ് ഇംഗ്ലീഷ് ക്ലാസ്സസ് സിൻസ് ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസം മുതൽ അവൾ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നു. ഷീ ഹാസ് ബീൻ അറ്റൻഡിങ് ഇംഗ്ലീഷ് ക്ലാസ്സസ് സിൻസ് ലാസ്റ്റ് മന്ത്. ഷീ ഹാസ് ബീൻ അറ്റൻഡിങ് ഇംഗ്ലീഷ് ക്ലാസ്സസ് സിൻസ് ലാസ്റ്റ് മന്ത്. മനസ്സിലായോ? സിൻസ് എന്നതിന് ഒരു പ്രത്യേക സമയം തൊട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയം മുതൽ എന്നതാണ് അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ സിൻസ് എന്നതിന് ആയതിനാൽ എന്നൊരർത്ഥം കൂടിയുണ്ട്. ആയതിനാൽ. ഫോർ എക്സാമ്പിൾ, സിൻസ് ഐ വാസ് ഇൽ ഐ കുഡിന്റ് അറ്റൻഡ് ദി ഓഫീസ് യെസ്റ്റർഡേ. എനിക്ക് അസുഖമായതിനാൽ ഇന്നലെ ഓഫീസിൽ ഹാജരാകാൻ കഴിഞ്ഞില്ല. സിൻസ് ഐ വാസ് ഇൽ ഐ കുഡിന്റ് അറ്റൻഡ് ദി ഓഫീസ് യെസ്റ്റർഡേ. എനിക്ക് അസുഖമായതിനാൽ ഇന്നലെ ഓഫീസിൽ ഹാജരാകാൻ കഴിഞ്ഞില്ല. സിൻസ് ഐ വാസ് ഇൽ ഐ കുഡിന്റ് അറ്റൻഡ് ദി ഓഫീസ് യെസ്റ്റർഡേ. എനിക്ക് അസുഖമായതിനാൽ ഇന്നലെ ഓഫീസിൽ ഹാജരാകാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ സിൻസ് ഐ ആം ന്യൂ ടു ദിസ് പ്ലേസ് ഐ ഡോണ്ട് നോ വേർ ദ ബസ് സ്റ്റോപ്പ് ഈസ്. ഞാൻ ഈ സ്ഥലത്ത് പുതിയ ആളായതിനാൽ ബസ് സ്റ്റോപ്പ് എവിടെയെന്ന് എനിക്ക് അറിയില്ല. സിൻസ് ഐ ആം ന്യൂ ടു ദിസ് പ്ലേസ് ഐ ഡോണ്ട് നോ വേർ ദ ബസ് സ്റ്റോപ്പ് ഈസ്. സിൻസ് ഐ ആം ന്യൂ ടു ദിസ് പ്ലേസ് ഐ ഡോണ്ട് നോ വേർ ദ ബസ് സ്റ്റോപ്പ് ഈസ്. ഞാൻ ഈ സ്ഥലത്ത് പുതിയ ആളായതിനാൽ ബസ് സ്റ്റോപ്പ് എവിടെയെന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? സിൻസ് എന്നതിന് ആയതിനാൽ എന്നൊരു അർത്ഥം കൂടിയുണ്ട്. ഇനി നമുക്ക് ഫോർ എന്താണെന്ന് നോക്കാം. ഫോർ എന്നതിന് ഇത്ര നേരമായി അല്ലെങ്കിൽ ഇത്ര കാലമായി എന്നൊക്കെയാണ് ആശയം ലഭിക്കുന്നത്. കൂടുതൽ നമുക്ക് എക്സാമ്പിൾസിലൂടെ നോക്കാം. ഫോർ ആൻ അവർ, ഒരു മണിക്കൂർ നേരമായി. ഫോർ ആൻ അവർ, ഒരു മണിക്കൂർ നേരമായി. ഫോർ 5 minutes, 5 മിനിറ്റ് നേരമായി. ഫോർ 5 minutes, 5 മിനിറ്റ് നേരമായി. ഫോർ 5 years, 5 വർഷക്കാലമായി അല്ലെ 5 വർഷമായി. ഫോർ 5 years, 5 വർഷക്കാലമായി. ഫോർ 5 years. ഫോർ എ ലോങ് ടൈം, കുറേ കാലമായി. ഫോർ എ ലോങ് ടൈം, കുറേ കാലമായി. ഫോർ എ ലോങ് ടൈം. ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്. ഫോർ സെഞ്ചുറീസ്, നൂറ്റാണ്ടുകളായി. ഫോർ സെഞ്ചുറീസ്, നൂറ്റാണ്ടുകളായി. ഫോർ സെഞ്ചുറീസ്, നൂറ്റാണ്ടുകളായി. I have been studying English for 3 years. I have been studying English for 3 years. 3 വർഷമായി ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. I have been studying English for 3 years. 3 വർഷമായി ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. മനസ്സിലായില്ലേ? ഫോർ എന്നതിന് ഇത്ര നേരമായി അല്ലെങ്കിൽ ഇത്ര കാലമായി എന്നൊക്കെയാണ് ആശയം ലഭിക്കുന്നത്. ഈ വീഡിയോയിലൂടെ സിൻസ് ആൻഡ് ഫോർ എന്ന പദപ്രയോഗങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹാസ് ബീൻ അതുപോലെ തന്നെ ഹാവ് ബീൻ ഉപയോഗിച്ചുള്ളതായ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. കഴിഞ്ഞ കാലങ്ങളിൽ ആരംഭിച്ചതും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതുമായ പ്രവർത്തനങ്ങളെയോ അല്ലെ അവസ്ഥകളെയോ സൂചിപ്പിക്കുവാനാണ് ഹാസ് ബീൻ അതുപോലെ ഹാവ് ബീൻ ഉപയോഗിക്കുന്നത്. അതായത് ഒരു കാര്യം കുറെ സമയം മുമ്പേ തുടങ്ങി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണത്. ഈ പ്രവൃത്തി നിൽക്കാതെ തുടരണം എന്ന് നിർബന്ധമില്ല. ഇടയ്ക്കിടെ ഗ്യാപ്പ് വന്നാലും കുഴപ്പമില്ല, പക്ഷെ നിലവിൽ ഇപ്പോഴും ഉണ്ടായാൽ മതി. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. നിങ്ങൾ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു,
I have been reading Harry Potter for 3 days. I have been reading Harry Potter for 3 days. 3 ദിവസമായി ഞാൻ ഹാരി പോട്ടർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. I have been reading Harry Potter for 3 days. ഇവിടെ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ പുസ്തകം വായിക്കുന്നില്ലല്ലോ. പക്ഷെ പറഞ്ഞത് എന്താണ്? I have been reading Harry Potter for 3 days എന്നല്ലേ. വായിക്കുക എന്ന പ്രവൃത്തി ഈ നിമിഷം വേണമെന്നില്ല, നിലവിൽ ഉണ്ടായാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? നമുക്കറിയാം, ഗ്യാപ്പ് ഇല്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ഏതാണ്ട് 1% മാത്രമേ കാണുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, മൈ ഹാർട്ട് ഹാസ് ബീൻ ബീറ്റിംഗ് സിൻസ് മൈ ബർത്ത്. എന്റെ ജനനം മുതൽ എന്റെ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുന്നു. മൈ ഹാർട്ട് ഹാസ് ബീൻ ബീറ്റിംഗ് സിൻസ് മൈ ബർത്ത്. എന്റെ ജനനം മുതൽ എന്റെ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രവൃത്തിക്ക് ബൈ ഗോഡ്സ് ഗ്രേസ് ഇന്ന് വരെ ഒരു ഗ്യാപ്പ് ഉണ്ടായില്ല. ഗ്യാപ്പ് ഉണ്ടായാൽ എന്റെ കാര്യം കട്ടപ്പുക തന്നെ അല്ലേ. ഐ ഹാവ് ബീൻ ലിവിംഗ് ഹിയർ സിൻസ് മൈ ചൈൽഡ്ഹുഡ്. എന്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ ഇവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നു. ഐ ഹാവ് ബീൻ ലിവിംഗ് ഹിയർ സിൻസ് മൈ ചൈൽഡ്ഹുഡ്. എന്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ ഇവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നു. രാജു ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ ദ ലാസ്റ്റ് 3 years. കഴിഞ്ഞ 3 വർഷമായി രാജു ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. രാജു ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ ദ ലാസ്റ്റ് 3 years. കഴിഞ്ഞ 3 വർഷമായി രാജു ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹാസ് അതുപോലെ ഹാവ് എന്നിവ ഏതെല്ലാം സബ്ജക്റ്റുകളുടെ കൂടെ ഉപയോഗിക്കണമെന്ന് നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണല്ലോ. അതായത് സബ്ജക്റ്റ് ഷീ, ഹി, ഇറ്റ് അതുപോലെ ഏതെങ്കിലും ഒരു പേര് വന്നാൽ ഇവയ്ക്കൊപ്പം ഹാസ് ബീൻ ഉപയോഗിക്കണം. ഐ, യു, ദേ, വി എന്നിവയുടെ കൂടെ ഹാവ് ബീൻ ചേർക്കാം. അത് നമുക്ക് കുറച്ച് സെന്റൻസ് കൊണ്ട് പ്രാക്ടീസ് ചെയ്യാം. അരമണിക്കൂർ നേരമായി അവൾ ബസ് കാത്തു നിൽക്കുന്നു. She has been waiting for the bus for half an hour. She has been waiting for the bus for half an hour. She has been waiting for the bus for half an hour. ഇന്ന് രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇന്ന് രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. It has been raining since this morning. It has been raining since this morning. It has been raining since this morning. നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? What have you been doing here? What have you been doing here? നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? What have you been doing here? നിങ്ങൾ ഇവിടെ എത്ര നേരമായി കാത്തിരിക്കുന്നു? How long have you been waiting here? How long have you been waiting here? നിങ്ങൾ ഇവിടെ എത്ര നേരമായി കാത്തിരിക്കുന്നു? How long have you been waiting here? അതുപോലെ തന്നെ ING ഇല്ലാതെയും ചില സാഹചര്യങ്ങളിൽ ഹാസ് ബീൻ അല്ലെ ഹാവ് ബീൻ ചേർത്ത് മാത്രം ഈ ആശയങ്ങൾ നമുക്ക് ലഭിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എത്ര കാലമായി ഇവിടെ? ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ? ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ? നിങ്ങൾ എത്ര കാലമായി ഇവിടെ? ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ? 2005 മുതൽ ഞാൻ ഇവിടെയാണ്. ഐ ഹാവ് ബീൻ ഹിയർ സിൻസ് 2005. ഐ ഹാവ് ബീൻ ഹിയർ സിൻസ് 2005. 2005 മുതൽ ഞാൻ ഇവിടെയാണ്. ഐ ഹാവ് ബീൻ ഹിയർ സിൻസ് 2005. എല്ലാവർക്കും ഹാസ് ബീൻ അതുപോലെ ഹാവ് ബീൻ എന്നതിന്റെ പ്രയോഗങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹാഡ് ബീൻ എന്നതിന് ആയിരുന്നു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതായത് ജോലി ചെയ്യുകയായിരുന്നു, പറയുകയായിരുന്നു, പോകുകയായിരുന്നു, പഠിക്കുകയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയല്ലേ. അതായത് കഴിഞ്ഞ ഒരു നിശ്ചിത ഘട്ടത്തിന് മുമ്പ് സംഭവിക്കുന്നതോ പൂർത്തിയാക്കിയതോ ആയ എന്തെങ്കിലും ഒന്ന് വിവരിക്കുവാനായിട്ട് നാം ഹാഡ് ബീൻ ഉപയോഗിക്കുന്നു. അതായത് ഒരു പ്രവൃത്തി നമ്മൾ കുറേ നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ അത് നിർത്തി. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ പറയേണ്ടതിനാണ് ഹാഡ് ബീൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു സംഭവത്തിന് മുമ്പ് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറയുവാനും നാം ഹാഡ് ബീൻ ഉപയോഗിക്കുന്നു. നമുക്ക് കൂടുതൽ അത് സെന്റൻസുകളോട് മനസ്സിലാക്കാം. She had been reading before dinner. അത്താഴത്തിന് മുമ്പ് അവൾ വായിക്കുകയായിരുന്നു. She had been reading before dinner. അത്താഴത്തിന് മുമ്പ് അവൾ വായിക്കുകയായിരുന്നു. She had been reading before dinner. She had been studying English for 2 years before she went to Delhi. ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് 2 വർഷമായി അവൾ ഇംഗ്ലീഷ് പഠിച്ചിരുന്നു അല്ലെ പഠിക്കുകയായിരുന്നു. She had been studying English for 2 years before she went to Delhi. She had been studying English for 2 years before she went to Delhi. I had been studying all night. ഞാൻ രാത്രി മുഴുവൻ പഠിക്കുകയായിരുന്നു. I had been studying all night. I had been studying all night. ഞാൻ രാത്രി മുഴുവൻ പഠിക്കുകയായിരുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സബ്ജക്റ്റ് ഏത് തന്നെ വന്നാലും നമുക്ക് ഹാഡ് ബീൻ ഉപയോഗിക്കാം. 1-2 സെന്റൻസ് കൂടെ നോക്കാം.
I had been waiting for him for 2 hours. 2 മണിക്കൂറോളം ഞാൻ അവനെ കാത്തിരുന്നു. I had been waiting for him for 2 hours. 2 മണിക്കൂറോളം ഞാൻ അവനെ കാത്തിരുന്നു. I had been waiting for him for 2 hours. He had been studying before the phone rang. ഫോൺ റിംഗ് ചെയ്യുന്നതിന് മുമ്പ് അവൻ പഠിക്കുകയായിരുന്നു. He had been studying before the phone rang. He had been studying before the phone rang. ഫോൺ റിംഗ് ചെയ്യുന്നതിന് മുമ്പ് അവൻ പഠിക്കുകയായിരുന്നു. കൂടുതൽ സെന്റൻസുകൾ ഉണ്ടാക്കി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ.